എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയും. എന്താ നടക്കുന്നത് പറഞ്ഞാൽ യു സ്റ്റാർട്ട് ഫീലിംഗ് ഹാപ്പിയർ. എത്രത്തോളം എനർജി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അതനുസരിച്ചുള്ള ഫുഡ് നമ്മൾ കഴിക്കണം, അല്ലെങ്കിൽ നമ്മളെ ബോഡി ഇങ്ങനെ ശോഷിച്ച് വരുന്നുണ്ട്. എന്ത് എക്സസൈസ് ചെയ്താലും യു ഹാവ് ടു സ്റ്റാർട്ട് എക്സസൈസ്. എപ്പോഴും നല്ലതാണ്. ഏത് ഏജ് ആയാലും 90 ആയാലും ഞാൻ എപ്പോഴും പറയുന്നത് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു 45-50 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ സാർക്കോപീനിയ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ബോഡി മസിൽ മാസ് കുറഞ്ഞു തുടങ്ങും മനുഷ്യന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് 30 വയസ്സിലുള്ള മസിൽ മാസ് ഉണ്ടാവില്ല. വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച് വന്ന് ഒരു ഇഞ്ചുറി പ്രിവെൻഷൻ, 2 കുട്ടികളെ എങ്ങനെ സേഫായിട്ട് സ്പോർട്സിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ്. പക്ഷേ നമ്മളൊരു ജനറലി നോക്കുവാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഒരു പിന്നെ ലൈഫ് നോക്കാനും കുടുംബം നോക്കാനുമായിട്ട് ജോലിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് 55 വയസ്സിലോ 60 വയസ്സിലോ റിട്ടയർ ചെയ്തതിന് ശേഷം മാത്രം അവർ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിച്ചു തുടങ്ങുന്നവർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇങ്ങനെ വളരെ ആക്റ്റീവായിട്ട് ഒരു അതുവരെ എക്സസൈസ് ചെയ്യാത്ത ഒരാളാണെന്ന് ആലോചിക്കണം. അങ്ങനെ ഒരാൾക്ക് വളരെ ആക്റ്റീവായിട്ട് ഒരു എക്സസൈസ് റെജീം സ്റ്റാർട്ട് ചെയ്താൽ അതിലെന്തെങ്കിലും ദോഷമുണ്ടോ? ഇല്ല, ഒരു ദോഷമില്ല. ഓൾവേസ് എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണ്ടേ, ഫസ്റ്റ് സ്റ്റെപ്പ് എവിടെയെങ്കിലും എടുക്കണ്ടേ. സോ ആദ്യം തന്നെ നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ ഓക്കെ നമുക്കിനി എക്സസൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ തന്നെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട്. സോ എവിടെയെങ്കിലും ഒരു സ്റ്റാർട്ട് ഉണ്ടാവണം. ഒൺലി പ്രോബ്ലം എവിടെയാണെന്ന് പറഞ്ഞാൽ ആ സ്റ്റാർട്ട് ഭയങ്കര ബേസിക് ആയിരിക്കണം എന്ന് പറയട്ടെ. നമ്മൾ ആദ്യം തന്നെ പോയി ഭയങ്കരമായിട്ട് ഹെവി വെയ്റ്റ്സ് എടുക്കുന്നത്, നമ്മൾ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്നത്, ആദ്യം തന്നെ നമ്മൾ ട്രെഡ്മിൽ വെച്ചിട്ട് 8 സ്പീഡ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഓടുന്നത്, അങ്ങനത്തെ എല്ലാം വന്നാൽ നമുക്ക് എന്തായാലും ഇഞ്ചുറി ഉറപ്പാണ് എന്ന് പറയട്ടെ. പക്ഷേ നമ്മൾ സ്ലോ ആൻഡ് പ്രോഗ്രഷൻ, ബിക്കോസ് ഇതൊരു മാരത്തോൺ പോലെയാണ്. നമ്മൾ പതുക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഭയങ്കര പെട്ടെന്ന് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വന്നാൽ നമുക്ക് എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ് നോക്കിയാൽ നമുക്ക് എന്തായാലും ഇഞ്ചുറി വരും. സോ സ്ലോ ആൻഡ് സ്റ്റഡി, അതാണ് എപ്പോഴും ദാറ്റ് ഓൾവേസ് വിൻസ് ദ റേസ് എന്ന് പറയാറുണ്ട്. സോ സ്ലോ ആൻഡ് സ്റ്റഡി ആണെങ്കിൽ നമുക്ക് ഇഞ്ചുറി എന്തായാലും നമുക്ക് വരാതിരിക്കാം എന്ന് പറയട്ടെ. സോ എന്ത് എക്സസൈസ് ചെയ്താലും യു ഹാവ് ടു സ്റ്റാർട്ട് എക്സസൈസ്. എപ്പോഴും നല്ലതാണ്. ഏത് ഏജ് ആയാലും 90 ആയാലും ഞാൻ എപ്പോഴും പറയുന്നത് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ചെറിയ ഫോം ഓഫ് എക്സസൈസ് ആ ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ അവിടെ നിന്ന് നമ്മൾ ബിൽഡ് ചെയ്യണം. ഓക്കെ. പലപ്പോഴും ആൾക്കാർ പറഞ്ഞു കേൾക്കാറുണ്ട്, ഇപ്പം എസ്പെഷ്യലി ഒരു 70 വയസ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ദിവസം ഒരു അരമണിക്കൂർ യോഗ, ദിവസം അരമണിക്കൂർ നടത്തം, അത് മതിയോ? അത് മാത്രം പോരാ ആക്ച്വലി. പക്ഷേ ഇപ്പോഴത്തെ യോഗയിൽ ഇവർ കുറേ സ്ട്രെങ്തനിങ് എക്സസൈസ് ആഡ് ചെയ്യുന്നുണ്ട്, പണ്ടത്തെ പോലെ അല്ല. ബിക്കോസ് പ്യുവർ യോഗ കുറേ മൊബിലിറ്റിയാണ് അവർ ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അത് നെക്സ്റ്റ് ലെവലാണ് ആക്ച്വലി സ്ട്രെങ്തനിങ് ഇരിക്കുന്നത് യോഗയിൽ. പക്ഷേ മിക്ക ആൾക്കാർ ആ ലെവലിൽ വരെ മാത്രമേ ഉള്ളൂ. ആൻഡ് അതിൽ സൂര്യ നമസ്കാരമാണ് മെയിനായിട്ട് കുറച്ച് സ്ട്രെങ്തനിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷേ ബാക്കിയെല്ലാം മൊബിലിറ്റിയാണ് അവർ ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. വൺസ് മൊബൈൽ ആയിക്കഴിഞ്ഞാണ് അവർ സ്ട്രെങ്തനിങ്ങിലോട്ട് നെക്സ്റ്റ് ലെവൽ എത്തുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ലെവലിൽ യോഗയിൽ ഇവർ കുറേ സ്ട്രെങ്തനിങ് എക്സസൈസ് ആഡ് ചെയ്യുന്നുണ്ട്. ബേസിക് മൂവ്മെൻറ്റ്സിൽ തന്നെ നമ്മൾ കുറച്ച് സ്ക്വാട്ട് അടിക്കുക, നമ്മൾ കുറച്ച് പുഷ് ചെയ്യുക, അങ്ങനത്തെ പുൾ ബേസ്ഡ് എക്സസൈസസ്, അങ്ങനത്തെ കുറച്ച് എക്സസൈസും ആഡ് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് മതി. പക്ഷേ ഇപ്പം പ്യുവർ യോഗം, പ്യുവർ വാക്കിംഗ് മാത്രമാണെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ച് ഫോം ഓഫ് സ്ട്രെങ്തനിങ്ങും ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല. എന്തായാലും ഇഞ്ചുറി ഉറപ്പാണ്. സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു ഫ്ലോർ എക്സസൈസ് ആണോ അതോ? ഫ്ലോർ എക്സസൈസ്, പിന്നെ ചെറിയ വെയിറ്റും എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ വിചാരം എപ്പോഴും വെയിറ്റ് എടുക്കുന്ന മോശമാണ്, അങ്ങനെയൊന്നും അല്ല. ബിക്കോസ് നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ വെയിറ്റ് എടുക്കുന്നതാണ്. പ്രഷർ കുക്കർ, ബക്കറ്റ്, സിലിണ്ടർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട്. സോ നമ്മൾ വെയിറ്റ് എടുക്കുന്നുണ്ട്. നമ്മൾ വിചാരം നമ്മൾ വെയിറ്റ് ഒന്നും എടുക്കുന്നില്ല, ബിക്കോസ് അത് സാധാരണ പോലെയാണ് തോന്നുന്നത്. പക്ഷേ ആക്ച്വലി നമ്മൾ വെയിറ്റ് എടുക്കുന്നുണ്ട്. എവറി ഡേ അറ്റ്ലീസ്റ്റ് ഒരു 4-5 കിലോ നമ്മൾ എടുക്കുന്നുണ്ട്. സോ ആ 4-5 കിലോ വെച്ചിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ട്രെയിനിങ് ചെയ്താൽ നമുക്ക് ആ മസിൽ നമ്മൾ റെഡിയാക്കും ഈ വെയിറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചുറി വരാതിരിക്കാനായിട്ട്. ബിക്കോസ് എന്തെങ്കിലും എമർജൻസി വന്നാൽ വേറെ നമുക്കൊരു ഹെവി സൂട്ട് കേസ്, നമ്മളൊരു ട്രാവൽ ചെയ്യുകയാണ്, ട്രെയിനിലോട്ട് പോവുകയാണ്, നമ്മൾ മേളോട്ട് ബാഗ് വെക്കണം. അപ്പോൾ നല്ല വെയിറ്റുള്ള ബാഗ് ആണെങ്കിൽ നമുക്ക് ആ ടൈമിൽ നമുക്ക് വേറെ വഴിയില്ല. സോ നമുക്ക് ഇഞ്ചുറി വരാൻ ആ ടൈമിലായിരിക്കും നമുക്ക് ഷോൾഡർ പെയിൻ വരുന്നത് എന്ന് പറയട്ടെ. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ പൊക്കാനും അങ്ങനത്തെ ബുദ്ധിമുട്ടെല്ലാം വരും. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് സ്ട്രെങ്തനിങ് എന്തെങ്കിലും ചെറിയ വെയിറ്റ്സ് വെച്ചിട്ടെല്ലാം ചെയ്താൽ ആ ടൈമിന് നമ്മൾ വെയിറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ബോഡി റെഡിയാണ് ആ വെയിറ്റ് എടുക്കാനായിട്ട്. സോ ഡെഫിനറ്റ്ലി സ്ട്രെങ്ത് ട്രെയിനിങ്, ഡെഫിനറ്റ്ലി ഫ്ലോർ എക്സസൈസസ്, അങ്ങനത്തെ എക്സസൈസ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് റെസിസ്റ്റൻസ് ബേസ്ഡ് എക്സസൈസസ്, ചെറിയ വെയ്റ്റ്സ്, ഹെവി വെയ്റ്റ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു 5 കിലോസ് വരെ നമുക്ക് 2 കിലോ 5 കിലോ ആ വെയിറ്റ് വരെ ഡമ്പൽ വെച്ചിട്ട് നമുക്ക് ആ ചെറിയ എക്സസൈസ് ചെയ്താൽ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ മസിൽ മാസിൻ്റെ കാര്യം പറഞ്ഞില്ലേ സാർ, നമ്മളിപ്പോൾ ഒരു 45-50 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ
സാർക്കോപീനിയ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ബോഡി മസിൽ മാസ് കുറഞ്ഞു തുടങ്ങും മനുഷ്യന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് 30 വയസ്സിലുള്ള മസിൽ മാസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? ഈ മസിൽ മാസ് ബിൽഡ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണോ, അതോ അത് ആ മസിൽ മാസ് വെച്ച് തന്നെ നമുക്ക് ഇഞ്ചുറി വരാതെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുമോ? സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം തന്നെ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് പോയാൽ ഓർ പിയർ പ്രഷർ അല്ലെങ്കിൽ നമ്മൾ ഈഗോ വെച്ചിട്ട് നമ്മൾ നോക്കുന്ന വേറൊരു 60 year old ഹു ഹാസ് ബീൻ ട്രെയിനിങ് കുറേ നാളായിട്ട് പുള്ളിക്കാരൻ 60 കിലോ പൊക്കുന്നുണ്ട്, ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അവിടെയാണ് ഇഞ്ചുറി വരുന്നത്. സോ നമ്മൾ നോക്കി കറക്റ്റ് ലെവലായിട്ട് നമ്മൾ സ്ട്രെങ്തനിങ് ചെയ്താൽ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഫുഡും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ എന്ന് പറഞ്ഞിട്ട്. നമ്മളെപ്പോഴും ജസ്റ്റ് എക്സസൈസ് വെച്ച് മാത്രമല്ല, മിക്ക ആസ് ഓൾഡർ ആകുമ്പോൾ നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്കും നമ്മൾ കുറയ്ക്കും, നമുക്ക് ശരിക്കും കുറയും. നമ്മൾ നോൺ വെജ് കുറയ്ക്കുന്ന ശരിക്കും നമ്മൾ കാണാം. നമുക്ക് ഡെഫിനറ്റ്ലി ആ ലെവലിൽ കുറേ ന്യൂട്രീഷണസ് ഫുഡ് നമുക്ക് കുറച്ചുകൂടെ കൂട്ടണം, വേറെ പ്രോട്ടീൻ കുറച്ച് കൂട്ടണം ആ ലെവൽ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ പണ്ട് ഞാൻ പഠിക്കുന്ന ടൈമെല്ലാം 0.8 gram per kilogram ആയിരുന്നു. സോ ഒരു 60 കിലോ ഒരാളിന് അറ്റ്ലീസ്റ്റ് ഒരു 50 കിലോ മതി, ബേസിക്കലി 50 gram പ്രോട്ടീൻ മതി പെർ ഡേ എന്ന് പറയട്ടെ. പക്ഷേ ഇപ്പം അത് മാറ്റി 1.2 to 1.5. സോ ആ 60 കിലോ ആളിന് അറ്റ്ലീസ്റ്റ് 80 grams പ്രോട്ടീൻ വേണം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. എക്സസൈസ് ചെയ്യുന്ന ആളിന് അറ്റ്ലീസ്റ്റ് മിനിമം അത്രയും വേണം. സോ ഡെഫിനറ്റ്ലി പ്രോട്ടീൻ നമ്മൾ കുറച്ച് കൂട്ടണം. സോ ഇത് രണ്ടും ഒരുമിച്ച് വേണം. വേറെ ട്രെയിനിങ്ങും നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി ആണ്, ആൻഡ് അത് വെച്ച് തന്നെ നമ്മുടെ മസിൽ ബിൽഡ് ആവും. മസിൽ കുറയത്തില്ല, മസിലിന് ലോഡ് കിട്ടിയാൽ അത് കൂട്ടത്തുള്ളൂ എന്ന് പറയട്ടെ. സോ പക്ഷേ കറക്റ്റ് ന്യൂട്രീഷനും കൂടെ പോകണം. അത് രണ്ടും ഒരുമിച്ച് പോയാൽ ഡെഫിനറ്റ്ലി ബിൽഡ് ആവും. ഇത് പറഞ്ഞാൽ ശരിയാണ്. നമ്മളെ ആൾക്കാർക്കൊരു ധാരണയുണ്ട്, കുറച്ച് ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ ഡൈജഷൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പതുക്കെ ആൾക്കാർ നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കുന്നു, കുറച്ചുകൂടെ ലൈറ്റ് ഫുഡിൽ പോകുന്നു. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെ ചെയ്യുന്നതിൽ? അല്ല, ഡെഫിനറ്റ്ലി ചിലവർക്ക് ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മൾ നോൺ വെജ് നമ്മൾ കുറയ്ക്കും. സോ നോൺ വെജ് കുറയ്ക്കുന്ന ഒരു തെറ്റുമില്ല. വെജിറ്റേറിയന് നല്ലൊരു എൻട്രിയാണ്, ഡിഫറെൻറ്റ് എൻട്രിയാണ് എക്സസൈസിന് വേണ്ടി. പക്ഷേ ഫുഡ് നമ്മൾ പ്രോട്ടീൻ കൂട്ടണം. വെജിറ്റേറിയനിലും കുറേ പ്രോട്ടീൻ ഫുഡ്സ് ഉണ്ട്, നമുക്ക് സോയ ഉണ്ട്, പനീറുണ്ട്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഡെഫിനറ്റ്ലി ഡിഫറെൻറ്റ് മേഖലയിലുണ്ട്. പ്ലസ് നമുക്ക് അത് വെച്ചിട്ട് തന്നെ ഫുഡിൽ തന്നെ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേ പ്രോട്ടീൻ ഉണ്ട്, ഫ്രം മിൽക്ക് പ്രോഡക്ട്സ് നമുക്ക് അത് ഉണ്ടാക്കുന്നതാണ്. സോ ഡെഫിനറ്റ്ലി വേ പ്രോട്ടീൻ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു സ്കൂപ്പ് എടുത്താൽ മതി. സോ അത് വിൽ കവറപ്പ് എവിടെയാണ് നമ്മുടെ പ്രോട്ടീൻ നമ്മൾ കുറയ്ക്കുന്നത് എന്ന് പറയട്ടെ. സോ നമുക്ക് ആ പ്രോട്ടീൻ ഡെഫിഷ്യൻസീസ് നമുക്ക് കുറേ എല്ലാം കുറയ്ക്കാൻ പറ്റും എന്ന് പറയട്ടെ. സോ ഡെഫിനറ്റ്ലി ഫുഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇവിടെ എന്ന് പറയട്ടെ. അത് കുറച്ചാൽ അതിൻ്റെതായ പ്രോബ്ലംസ് വരും. അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പം ഏജ് ഇൻക്രീസ് ആകുമ്പോൾ നമ്മൾ മെലിഞ്ഞായിട്ട് ഭയങ്കര തിന്നായിട്ട് വരുന്നത്, മസിലും ഭയങ്കര തിന്നായിട്ട് വരുന്നത്. സോ നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്താൽ അതിൻ്റെ കൂടെ പ്രോപ്പർ ന്യൂട്രീഷൻ കൊടുത്താൽ അത്രയും നമുക്ക് കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വരും. അതായത് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ, എത്രത്തോളം എനർജി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അതനുസരിച്ചുള്ള ഫുഡ് നമ്മൾ കഴിക്കണം, അല്ലെങ്കിൽ നമ്മളെ ബോഡി ഇങ്ങനെ ശോഷിച്ച് വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി. വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അടുത്ത കാലത്ത് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് ഒരു പുതിയൊരു VO2 max എന്നൊരു കൺസെപ്റ്റ്, അതായത് അതിനകത്ത് പറഞ്ഞു കേട്ട എന്നെ ശരിയാണെന്ന് അറിയില്ല, 50 years കഴിഞ്ഞാൽ VO2 max നോക്കണം എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ VO2 max, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? ഈ 50 years കഴിഞ്ഞാൽ നമ്മളത് നോക്കി തന്നെ മുമ്പോട്ട് പോകണം എന്നാണോ? VO2 max ഒരു ടേമാണ്. വേറെ നമ്മൾ എയറോബിക് ഫിറ്റ്നസ് അറിയാൻ വേണ്ടി നമ്മുടെ കപ്പാസിറ്റി എങ്ങനെയാണ് ഒരു എയറോബിക് ആക്ടിവിറ്റി ചെയ്യാൻ. ഈ എയറോബിക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ നടത്തം, ഓട്ടം, അങ്ങനത്തെ ആക്ടിവിറ്റിയാണ്. സോ അത് വെച്ചിട്ട് നമ്മൾ എത്രയാണ് നമ്മുടെ കപ്പാസിറ്റി. സോ നമ്മുടെ ഓക്സിജൻ കൺസംഷൻ ബൈ മസിൽ ബൈ നമ്മുടെ ലങ് അത് എത്രയാണ്, അത് മാക്സിമം കപ്പാസിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. സോ ഹയർ VO2 max ആണെങ്കിൽ ദ ബെറ്റർ യു ആർ, മച്ച് ഹെൽത്തിയർ യു ആർ, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മളിത് യൂഷ്വലി സ്പോർട്സിലാണ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത് VO2 max. വേറെ നമ്മൾ അത്ലറ്റ്സിൽ അവരുടെ VO2 max കുറച്ച് ഹൈ ആണ്. ഓർ ഇപ്പോൾ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അവർ ഡീട്രെയിൻഡ് ആയി, അവർ 3 മാസം കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ VO2 max ഏത് ലെവലിലാണ് ആൻഡ് അവർ ട്രെയിനിങ് ചെയ്തിട്ട് ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ, നമ്മൾ ആ ഇമ്പ്രൂവ്മെൻറ്റ് കറക്റ്റ് ലെവലിൽ എത്തുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് VO2 max വെച്ചിട്ട്. എൽഡർലിയിൽ ഈ VO2 max കുറയും ശരിക്കും, ബിക്കോസ് ഇവരുടെ കപ്പാസിറ്റി കുറയാൻ തുടങ്ങും. ഇവർ എക്സസൈസ് അത്രയും നടക്കാൻ വേണ്ടി മാത്രം പോകത്തുള്ളൂ ആ ആക്ടിവിറ്റി.
ആൻഡ് മക്കളെല്ലാം പറയും എന്തിനാ ഇത്രയും ജോലിയെല്ലാം ചെയ്യുന്നത്, മീൻസ് ഗാർഡനിങ് യൂഷ്വൽ അടി ഉണ്ടാവുന്ന എൻ്റെ ഒ പിയിൽ എപ്പോഴും അടി ഉണ്ടാവുന്ന മക്കളുണ്ടാവും, ഫാദർ ഉണ്ടാവും, പറയും എപ്പോഴും ചട്ടി പൊക്കുന്നു അല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്യുന്നുണ്ട്, സോ ഇത് ചെയ്യാൻ പാടില്ല, ഡോക്ടർ പറഞ്ഞേക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. സോ ബേസിക്കലി അവർ പറയുന്നത് നമ്മൾ ആക്ടിവിറ്റി കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. സോ ആക്ടിവിറ്റി കുറയുമ്പോൾ നാച്ചുറലി ഇവരുടെ കപ്പാസിറ്റിയും കുറയും, ബിക്കോസ് ആക്ടിവിറ്റി ഒന്നുമില്ല. സോ എക്സസൈസ് എന്താ ചെയ്യുന്നത്, ഈ VO2 max കൂട്ടണം എന്ന് പറഞ്ഞിട്ട്. സോ ഡെഫിനറ്റ്ലി VO2 max ഒരു മെഷർമെൻറ്റ് ടൂളാണ്, പക്ഷേ അത് കമ്പൽസറി ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിർബന്ധമൊന്നുമില്ല. നമുക്ക് അത് വെച്ചിട്ട് നമുക്കൊരു ടൂളാണ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എത്രയാണ് നമ്മളുടെ VO2 max. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി മിക്ക സെൻറ്റേഴ്സിൽ VO2 max മീൻസ് കേരളത്തിൽ അങ്ങനെ മെഷർ ചെയ്യുന്ന സെൻറ്റേഴ്സ് കുറവാണ് ആക്ച്വലി. നമുക്ക് കാർഡിയക് കപ്പാസിറ്റി നമുക്ക് അസസ് ചെയ്യാൻ പറ്റും, കുറേ എല്ലാം നേരെ മെത്തേഡ്സ്. VO2 max കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള എക്സസൈസ് നമ്മൾ ടോളറേറ്റ് ചെയ്യുമെന്നൊരു അർത്ഥമുണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി. അതിൻ്റെ ബേസിക്കലി നമ്മുടെ എറോബിക് ഫിറ്റ്നസ് ആണ്, നമ്മൾ എത്രയാണ് നമ്മുടെ കപ്പാസിറ്റി നമ്മൾ ഭയങ്കര ഹൈ ആണ്. ഏറ്റവും വേൾഡ്സ് ടോപ്പ് VO2 max ഒരു ട്രയാത്തലോൺ അത്ലറ്റിനാണ്, മീൻസ് പുള്ളിക്കാരൻ സ്വിമ്മിങ്, സൈക്ലിംഗ്, റണ്ണിങ് മൂന്നും ഒരുമിച്ച് ചെയ്യുന്നതാണ്. സോ അങ്ങനത്തെ ഒരാളിനാണ് ഏറ്റവും ഹയസ്റ്റ്, നോട്ട് ഒരു ഒളിമ്പ്യനോ ഒന്നുമല്ല, ഒരു ട്രയാത്തലോൺ അത്ലറ്റിനാണ്. സോ ഡിപ്പെൻസ് അപ്പോൺ എങ്ങനെയാണ് നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന. VO2 max ഹയർ ആണെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റിയും നമുക്ക് കുറേയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, മച്ച് മോർ ഈസിയർ. പിന്നെ അതുപോലെ ഈ ഒരു 60-70 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ എക്സസൈസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ വേറെ ചില ഫാക്ടേഴ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഒരു 20-30 ഇയേഴ്സിലുള്ള പോലെയല്ല, കാര്യം ഇവർക്ക് ചെറിയ ബാലൻസിങ് ഇഷ്യൂസ് ഉണ്ടാവും, അപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാരുണ്ടാവും, അത് കാരണം ഡയബറ്റീസ് നെർവ്സിനെ എഫക്റ്റ് ചെയ്തുള്ള പെരിഫറൽ ന്യൂറോപ്പതി അങ്ങനെയുള്ള. അപ്പം ഈ ഒരു ബാലൻസിങ്, ചാൻസ് ഓഫ് ഫോൾ അവർ കൂടുതലാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവരെന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇങ്ങനെയുള്ള ഒരു 60-70 വയസ്സ് കഴിഞ്ഞപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സോ ഞാൻ എപ്പോഴും പറയുന്ന 3 ആസ്പെക്റ്റാണ് എക്സസൈസിന്. വൺ ഇസ് സ്ട്രെങ്ത്, അതർ ഇസ് മൊബിലിറ്റി. നമ്മളെപ്പോഴും ഈ രണ്ടിനാണ് ഫോക്കസ് കൊടുക്കുന്നത്. മൂന്നാമത്തെ ഒരു ആസ്പെക്റ്റ് ഉണ്ട്, അതാണ് ഈ ബാലൻസ്. ബാലൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ബാലൻസ് ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം കേടാണ് എന്ന് പറഞ്ഞിട്ട്, ബിക്കോസ് വീണ് ഫ്രാക്ചറായ ബാക്കി രണ്ടും പോയി എന്ന് പറഞ്ഞിട്ട്. സോ ബാലൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതിൽ പ്രൊപ്രോസെപ്ഷൻ നമ്മളെപ്പോഴും പറയാറുണ്ട്, പ്രൊപ്രോസെപ്ഷൻ. സോ ഫോർ പീപ്പിൾ എന്താണ് ഈ പ്രൊപ്രോസെപ്ഷൻ എന്ന് പറയുന്നത്, ഞാൻ ഏറ്റവും സിമ്പിൾ പറയുന്നത്, നമ്മൾ യങ് ആകുമ്പോൾ നമ്മൾ സ്റ്റെപ്സ് കയറുമ്പം നമ്മൾ നോക്കാതെയാണ് കയറുന്നത്, നമ്മൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് കയറും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിത്തൗട്ട് ലുക്കിംഗ് നമുക്ക് സ്പേസ് അറിയാൻ പറ്റും, നമ്മുടെ ബോഡിയിൽ എന്താണ് നടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഓൾഡർ ആൾക്കാരാകുമ്പം നമ്മുടെ അമ്മയും അച്ഛന്മാരും എല്ലാം കയറുമ്പോൾ അവർ താഴോട്ട് നോക്കിയിട്ടാണ് സ്റ്റെപ്പ് എപ്പോഴും കയറുന്നത്, ബിക്കോസ് അവർക്ക് പറ്റുന്നില്ല, അവരുടെ ബോഡി ആ സ്പേസ് അറൗണ്ട് അവർക്ക് അറിയത്തില്ല. സോ അവർക്ക് വിഷ്വലായിട്ട് കാണണം എവിടെയാണ് അടുത്ത സ്റ്റെപ്പ്. സോ അതാണ് ബേസിക് പ്രൊപ്രോസെപ്ഷൻ. ഏജ് കൂടുമ്പം ഈ പ്രൊപ്രോസെപ്ഷൻ പോവും, കുറയും എന്ന് പറഞ്ഞിട്ട്. സോ പക്ഷേ അത് ട്രെയിനബിൾ ഒരു ആസ്പെക്റ്റാണ്. നമുക്ക് എക്സസൈസിൽ നമുക്ക് ബാലൻസ് ട്രെയിനിങ് കൊടുത്താൽ ഇവരുടെ പ്രൊപ്രോസെപ്ഷൻ ഇമ്പ്രൂവ് ആവും എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് മിക്ക ഫോൾസ് കുറേ കണ്ടു കാണും, ഫീമർ ഫ്രാക്ചർ വരുന്നത് എപ്പോഴും ബാത്റൂമിൽ തെന്നി വീഴുന്നത്. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. നമ്മുടെ അമ്മൂമ്മമാർ, എൻ്റെ അമ്മൂമ്മ അങ്ങനെയാണ് മരിച്ചത്, ബിക്കോസ് ആക്സിഡൻ്റായി, മീൻസ് ബാത്റൂമിൽ വീണ് ഫ്രാക്ചറായി, പിന്നെ കിടപ്പായി, പിന്നെ മരിച്ചുപോയി, അങ്ങനെയാണ് മരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനത്തെ കുറേ ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. സോ പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് പ്രൊപ്രോസെപ്ഷൻ ആഡ് ചെയ്താൽ ഇവർക്ക് ബാലൻസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. സോ ബാലൻസ് ഡെഫിനറ്റ്ലി ഭയങ്കര പ്രാക്ടിക്കലി അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ പ്രൊപ്രോസെപ്ഷൻ ആഡ് ചെയ്യാനായിട്ട്? ബേസിക് ബാലൻസ് സിംഗിൾ ലെഗ് ആയിട്ട് നിൽക്കുക, നമ്മൾ 2 കൈ വെച്ചിട്ട് നമ്മൾ നേരെ നിന്നിട്ട് കണ്ണടിച്ച് ബാലൻസ് എക്സസൈസ് അങ്ങനത്തെ. പിന്നെ നമുക്ക് കുറച്ചുകൂടി ടഫർ ആണെങ്കിൽ ജിമ്മിലെല്ലാം ബോബിൾ ബോർഡുണ്ട്, ബൊസു ബോളുണ്ട്, അതിൽ നിന്ന് നമുക്ക് ബാലൻസ് ചെയ്യാം. ഇപ്പോൾ ജിമ്മിൽ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ബേസിക് ഈ തലയണ വെച്ചിട്ട്, ഈ കുഷ്യൻ വെച്ചിട്ട് അത് താഴെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് നിന്നാൽ മതി. അതിൽ തന്നെ ഒരു അൺസ്റ്റേബിൾ സർഫസ് വരും. സോ അത് വെച്ചിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാം. ഒരു 60 സെക്കൻഡ് കണ്ണടിച്ചിട്ട് നമുക്ക് മാക്സിമം, ആരെങ്കിലും കൂടെ ഉണ്ടാവണം വീഴാതിരിക്കാനായിട്ട്. പക്ഷേ അങ്ങനെ ബാലൻസിങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ജിമ്മിൽ പോയാൽ കൂടെ ട്രെയിനർ ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും എങ്ങനെയാണ് നമ്മളെ മൂവ്മെൻറ്റ് ഉണ്ട്, സ്റ്റാർ മൂവ്മെൻറ്റ്സ് ഉണ്ട്, അങ്ങനത്തെ കുറേ ബാലൻസ് ബേസ്ഡ് എക്സസൈസസ് ഉണ്ട്. സോ അങ്ങനത്തെ എക്സസൈസ് ചെയ്താൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഈ 3 ഏരിയ ആണ്, സ്ട്രെങ്ത്, ബാലൻസ്, മൊബിലിറ്റി. ഈ 3 പക്കയാണെങ്കിൽ നമുക്ക് കുറേ ഇഞ്ചുറീസ് വരത്തില്ല. എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു 60-70 വയസ്സ് കഴിഞ്ഞവർ തീർച്ചയായിട്ടും ഈ ബാലൻസിങ് എക്സസൈസും കൊണ്ട് അവരുടെ ഡെയിലി എക്സസൈസ് അല്ല, സാധാരണ ഒരാളെ പോലെ നമ്മളൊരു ട്രെഡ്മിൽ 1 മണിക്കൂർ ഓടുകയും കുറച്ച് വെയിറ്റ്സ് എടുക്കുകയും ചെയ്താൽ മാത്രം പോരാ. അതിൻ്റെ കൂടെ ബാലൻസിങ്ങിനുള്ള എക്സസൈസും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ്. അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരുപാട് പ്രായമുള്ള നമ്മൾ 70-80 വയസ്സുള്ളവരുടെ കാര്യം നമ്മൾ പറയുന്നത്, അവരുടെ മസിൽ മാസ് കൂടാനും സ്ട്രെങ്ത് കൂടാനും അവരുടെ ബാലൻസ് കൂടാനും ഒക്കെ എക്സസൈസ് സഹായിക്കുന്നതാണ് കാണുന്നത്. ഇതുകൂടാതെ അവരുടെ മെൻ്റൽ ഹെൽത്ത് എക്സസൈസോട് എന്തെങ്കിലും ബന്ധമുണ്ടോ? റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന അവരുടെ ഒരു മെൻ്റൽ ഹെൽത്ത്
ഇമ്പ്രൂവ് ചെയ്യാനും അവരുടെ മെൻ്റൽ ഔട്ട്ലുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുമോ? അതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ? ഉണ്ട്. കുറേ റിസർച്ച് ഉണ്ട്, മീൻസ് ഡെക്കേഡ്സ് ഓഫ് റിസർച്ച് ഉണ്ട് വിച്ച് ഷോസ് ദാറ്റ് എക്സസൈസ് ചെയ്താൽ നമ്മുടെ മെൻറ്റൽ കപ്പാസിറ്റി നന്നായിട്ട് മെൻറ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും എന്ന് പറയട്ടെ. ബിക്കോസ് നമുക്കൊരു ഹോർമോൺ ഉണ്ട്, സാറിന് അറിയാം, സെറട്ടോണിൻ, വിച്ച് ഹെൽപ്സ് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയും, കുറേ ഹാപ്പി ഹോർമോൺസ് നമുക്ക് ഇറങ്ങും നമ്മുടെ ബ്രെയിനിൽ. ഡോപ്പമിൻ വിൽ ഹെൽപ്പ്. സോ എന്താ നടക്കുന്നത് പറഞ്ഞാൽ യു സ്റ്റാർട്ട് ഫീലിംഗ് ഹാപ്പിയർ എന്ന് പറയട്ടെ. പ്ലസ് നമ്മളെപ്പോഴും ഇപ്പോഴത്തെ കാലത്തിൽ ഓൾഡർ ആൾക്കാർ എപ്പോഴും വീട്ടിനകത്തിൽ ഇവർ തന്നെയാണ്, ഇവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. രാവിലെ എണീക്കുക, ചായ കുടിക്കുക, ന്യൂസ് പേപ്പർ വായിക്കുക, കിടന്നുറങ്ങുക, ലഞ്ച് കഴിക്കുക, കിടന്നുറങ്ങുക, ഡിന്നർ ആവുക. സോ ഇങ്ങനെയാണ് ദിവസം പോകുന്നത്. പുറത്ത് വേണമെങ്കിൽ കുറച്ച് ഷോപ്പിംഗ് ചെയ്യുക, തിരിച്ചു വരിക. മാക്സിമം ഇവരുടെ ഔട്ടിങ് ചിലപ്പോൾ മോസ്റ്റ്ലി ഹോസ്പിറ്റലിലോട്ടായിരിക്കും എന്ന് പറയട്ടെ, ഹെൽത്ത് ചെക്കപ്പിനും. അങ്ങനെയാണ് അവരുടെ ഇൻട്രാക്ഷൻ നടക്കുന്നത്. പക്ഷേ എക്സസൈസ് ചെയ്യുമ്പം ഇവർ പുറത്ത് ഇപ്പം നടക്കുമ്പം ഇവർക്ക് കുറച്ച് ഇൻട്രാക്ഷൻ വരും. ഇപ്പം ജിമ്മിൽ പോകുമ്പം കുറേ സെയിം ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇവർ ഫ്രണ്ട്സ് ഉണ്ടാവും, ഇവർക്ക് സംസാരിക്കാനുണ്ടാവും, അങ്ങനത്തെ കുറേ ഇൻട്രാക്റ്റീവ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കും. സോ അത് മെൻറ്റൽ ഹെൽത്ത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. പ്ലസ് ഇവർ എക്സസൈസ് ചെയ്യുമ്പം ഇവരുടെ മൂഡ് തന്നെ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വരും. ബിക്കോസ് ഇവർ കുറേ ഫ്രസ്ട്രേഷൻസും അങ്ങനത്തെ എല്ലാം ഇവർക്ക് മാറ്റാൻ പറ്റും. ജസ്റ്റ് ബൈ മൂവ്മെൻറ്റ് വെച്ചിട്ട് തന്നെ ദേ ഫീൽ മോർ ഫ്രീ. അതാണ് ഞാനിപ്പോഴും പറയുന്നത്, ഫ്രീഡം കുറേ ഉണ്ടാവും ഇവർക്ക് ചെയ്യാനായിട്ട്. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവർ ചെയ്യുന്ന പോലെ ഇവർക്ക് തോന്നാൻ തുടങ്ങും എന്ന് പറയട്ടെ. സോ എക്സസൈസ് അങ്ങനെയാണ് എന്ന് പറയട്ടെ. എൻ്റെ വൈഫ് സൈക്കാട്രിസ്റ്റാണ്. സോ വൈഫ് എപ്പോഴും പറയുന്നത് ദോസ് ഹു ഹാവ് മെൻറ്റൽ ഡിസീസസ് ഓൾസോ ഇവരോട് എക്സസൈസ് ചെയ്യാൻ പറയും, ഫോക്കസ് കൊടുക്കാനായിട്ട്. ബിക്കോസ് മെൻ്റലി അത് ഹെൽപ്പ് ചെയ്യും എന്ന് പറയട്ടെ. സോ ഡെഫിനറ്റ്ലി എക്സസൈസ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് മെൻറ്റൽ ആസ്പെക്റ്റിൽ തന്നെ എന്ന് പറയട്ടെ. നമ്മളത് ഭയങ്കരമായിട്ട് ഒരു മിസ് ചെയ്യുന്നൊരു ആസ്പെക്റ്റാണ്. ബിക്കോസ് അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കുന്നത്, പക്ഷേ മെൻ്റലി ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എന്ന് പറയുന്നത്. അല്ല, സൗണ്ട് മൈൻഡ് റെസ്റ്റിന് സൗണ്ട് ബോഡി എന്ന് പറയുന്ന പോലെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 70-80 വയസ്സ് കഴിഞ്ഞാലും നമുക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും, നമ്മളെ അസുഖങ്ങൾ കുറയ്ക്കാൻ ഉപകരിക്കും, മൂവ്മെൻറ്റ് കുറച്ചുകൂടെ ഫ്രീ ആവും, ബാലൻസിങ് വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും. കൂടാതെ നമ്മളുടെ ഒരു ഹാപ്പിനെസ് കൂടാനും ഒരു മെൻ്റൽ സ്റ്റേറ്റസ് ഇമ്പ്രൂവ് ചെയ്യാനും. അപ്പോൾ എക്സസൈസ് തുടങ്ങാൻ പ്രത്യേകിച്ചൊരു പ്രായം നോക്കേണ്ട കാര്യമില്ല. 80, 70, 80, 90 വയസ്സിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബെറ്റർ ലേറ്റ് ദാൻ നെവർ അല്ലേ? അപ്പോൾ അത് എപ്പോഴും അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നല്ലത്. അതിന് പലവിധ പ്രയോജനങ്ങളുണ്ട്. പക്ഷേ അത് ചെയ്യുമ്പോൾ നമ്മളൊരു 20-30 വയസ്സിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ചില പ്രിക്കോഷൻസും കൂടെ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഒരു വീഴ്ച അവോയ്ഡ് ചെയ്യണം, ബാലൻസ് ഇഷ്യൂസ് വരാതെ നോക്കണം. അതിൻ്റെ വേണ്ട എക്സസൈസ് കൂടെ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 90 വയസ്സിൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്താലും അത് ബെനിഫിഷ്യൽ തന്നെയാണ് എന്നാണ് ഡോക്ടർ സിദ്ധാർത്ഥ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ നന്ദി. നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.